അവിടെ രണ്ടുപേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇറാഖിന്റെ മണ്ണിൽ വെള്ളം കിട്ടാതെ കണ്ട് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഓരത്ത് കിടന്ന് പിടഞ്ഞു ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടുവെങ്കിൽ സഹോദര, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വേർപാടിൽ ദുഃഖിച്ച ലോകമേ, മുഹറമിൽ നിങ്ങൾ ആ ഒരു സ്മരണ അയവിറക്കുമെങ്കിൽ ഏറ്റവും നല്ല ശുദ്ധജല തടാകത്തിന്റെ ഓരത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് ബഹുമാനപ്പെട്ട മഹാനായ ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത ഒരു മുസ്ലിം എന്ന് ലോകത്തുണ്ടോ? ഏതെങ്കിലും ജുമാ ഖുത്ബയിൽ ഹസൻ ഹുസൈനെ സ്മരിക്കാത്ത ഒരു ജുമായുണ്ടോ, ഒരു ദുആയുണ്ടോ? പ്രവാചകന്റെ പേരമകനെ, പൊന്നുമകനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് പോയിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പൊന്നുപ്പാ. ബഹുമാനപ്പെട്ട പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന പട്ടണത്തിന്റെ ഉമ്മറപ്പടിയിൽ പോയി നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുപ്പാ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഉപ്പാ, അങ്ങ് മദീനയുടെ മിമ്പറിൽ നിന്ന് ഖുത്ബ പാരായണം ചെയ്തിട്ട് ഖുത്ബ പ്രഭാഷണം നടത്തിയപ്പോഴും ഞാനും എന്റെ സഹോദരനും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പള്ളിക്കകത്തേക്ക് കടന്നു വന്നപ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കാതെ മിമ്പറിന്റെ പടികളിൽ നിന്ന് താഴെ ഇറങ്ങി ഞങ്ങളെ രണ്ടുപേരെയും എടുത്ത് ചുംബിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ച എന്റെ പൊന്നുപ്പാ, കൂഫയുടെ മക്കൾ ഈ ഹുസൈനെ വിളിക്കുന്നു ഉപ്പാ. ചതിക്കാനാണോ, കൊല്ലാനാണോ, എന്തിനാണ് എന്നറിയില്ല എന്റെ പൊന്നുപ്പാ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ ഉപ്പാ, അവിടുത്തെ അനുവാദം ഞാൻ ആഗ്രഹിക്കുന്നു ഉപ്പാ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തളർന്നുപോയി, കേട്ട് തളർന്നുപോയി, കരഞ്ഞു തളർന്നുപോയി, ബോധരഹിതനായി. ബഹുമാനപ്പെട്ട പ്രവാചകൻ അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് സ്വപ്നത്തിൽ വന്ന് പറയുന്നു, മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, തുറത്തി എന്റെ രക്തത്തിന്റെ അംശമേ, എന്റെ കരളിന്റെ കാതലേ, എന്റെ എല്ലാമായ മോനെ, കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ, കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ. പക്ഷേ ആ ഹുസൈനെ ഞാൻ കാണുന്നു മോനെ, ശുദ്ധജല തടാകത്തിന്റെ അരികത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നീ പിടഞ്ഞു മരിക്കുന്നത് ഈ പ്രവാചകൻ നിന്റെ പൊന്നുപ്പ കാണുന്നു മോനെ. പെട്ടെന്ന് ഞെട്ടി ഉണർന്നുപോയി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചുറപ്പിച്ചു, എന്റെ ഈ കുപ്പ എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഇനിയും മറ്റു ചില ചർച്ചകളൊന്നുമില്ല. നേരെ പോയി കൂഫയിലേക്ക്. ചരിത്രമറിയാമല്ലോ. ഹുസൈൻ റളിയല്ലാഹു അൻഹു തല കൊയ്തെടുത്ത് അറുത്തുമാറ്റി കൊന്തത്തിൽ കൊണ്ട് ആനന്ദം കൊണ്ടില്ലേ യസീദിന്റെ അനുയായികൾ. സഹോദര, ലോകമെമ്പാടും ഹുസൈൻ റളിയല്ലാഹു അൻഹു വാഴ്ത്തുകയും പുകഴ്ത്തുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കൂഫയുടെ മക്കൾക്ക് ഹിദായത്ത് അല്ലാഹു പ്രദാനം ചെയ്തില്ലേ? ഇറാഖിന്റെ മക്കൾക്ക് അല്ലാഹു പ്രദാനം ചെയ്തില്ലേ? ആ കൂഫയിലെയും ഇറാഖിലെയും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സമുദായം ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം മയവിറക്കുന്നുവെങ്കിൽ അതിനുള്ള കാരണം മഹദിയായ ഫാത്തിമയുടെയും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ആദ്യ രാത്രിയിലത്തെ നേരം വെളുക്കുവോളമുള്ള നമസ്കാരത്തിന്റെ ദുആയാണ്. അതിനാ പറഞ്ഞത് മക്കള് നന്നാവാനാണ് ആദ്യ രാത്രി നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും സാധിക്കാനല്ല. അല്ലാതെ നിങ്ങളുടെ കാര്യപരിപാടിയിലൊന്നും ഇസ്ലാം തലകടത്താനും വരുന്നില്ല, അതിന് വിഘാതം നിൽക്കാനും വരുന്നില്ല. നിങ്ങളുടെ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ, മാതാക്കളെ, പിതാക്കളെ നിങ്ങൾക്കും മാത്രമല്ല സമുദായത്തിനും ഗുണമുള്ള മക്കളായി മാറണം. അതിനു വേണ്ടിയിട്ടാ പറഞ്ഞത്. അതിനാ 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞത്. 5 മിനിറ്റ് നമസ്കരിച്ചിട്ട് പെണ്ണിന്റെ തലയ്ക്ക് കൈവച്ചിട്ട് ചെറുക്ക നീ ഒന്ന് പ്രാർത്ഥിക്കണേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജബൽതഹാ അലൈ വ അഊദു ബിക മിൻ ശർരിഹാ വ ശർരി മാ ജബൽതഹാ അലൈ. പടച്ചവനെ, ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തിന്മകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അൽഹംദുലില്ലാഹ്, സാലിഹത്തായ ഭാര്യയായി മാറി. ഇന്ന് ഇത് വല്ലതും ചെയ്യാറുണ്ടോ? ഫോട്ടോടുപ്പ്. അല്ലോ, വോൺവിളി, ഒപ്പന പാടല്, മ്യൂസിക്, നൃത്തം, നാടം, എന്തൊക്കെ പേക്കോത്തുകളാ. പിന്നെ എങ്ങനെ ഇവരുടെ ദാമ്പത്യ ജീവിതം ഹൈറാവുക? നിങ്ങൾ പറയും. ഇസ്ലാമിക വ്യവസ്ഥകളും ഇസ്ലാമിക നിയമങ്ങളും ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ചെയ്താലാണ് ആ കുടുംബം എന്തുണ്ടാവുള്ളൂ, ഇമ്പമുള്ള കുടുംബമായി മാറുകയുള്ളൂ. ഇനി അടുത്ത കുടുംബ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്.
കുടുംബജീവിതത്തിലേക്ക് ഇനിയാണ് കടക്കാൻ പോണത്. രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ കുടുംബം ഇസ്ലാം വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പ്രഭാഷണം അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമതായി വൈവാഹിക ജീവിതം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് കുടുംബ ജീവിതമാണ്. കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം, രണ്ടുപേരും ചേർന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഇമ്പമാണ് കുടുംബം. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലക്കും, നിങ്ങളെ സൃഷ്ടിച്ചത്, മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ്. എന്തിന്? നമ്മുടെ ഇനത്തിൽ നിന്ന് തന്നെയാ പെണ്ണിനെ അള്ളാഹു നമുക്ക് നൽകിയത്, അല്ലാതെ ആണുങ്ങൾക്ക് മൃഗത്തിന്റെ ഇനത്തിൽ നിന്നൊന്നും അല്ല തന്നത്. അള്ളാഹു ഒരു പെണ്ണിന് വേറെ ഒരു പശുവിനെ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിലോ എന്തായതിന് അവസ്ഥ? അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നത്. നിങ്ങളുടെ ഇനത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കിയ പെണ്ണ്, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിവുള്ള പെണ്ണ്. മൃഗത്തിന് കഴിയില്ലാതെ മനുഷ്യത്തിക്ക് കഴിയും, മനുഷ്യന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരു പെണ്ണിനെ കെട്ടിച്ചെന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. എന്തിന്? ലിതസ്കുനൂ ഇലൈഹാ, അവളുമായി ആത്മനിർവൃതി ഉണ്ടാകാൻ, സല്ലപിക്കാൻ, സന്തോഷിക്കാൻ ആത്മനിർവൃതി ഉണ്ടാകണം. പെണ്ണും ചെറുക്കനും തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷമുണ്ടാകണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. മസ്കൻ എന്ന വീടിന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന വീടിനാണ് മസ്കൻ എന്ന് തന്നെ പറയുന്നത്. മസ്കൻ, ഭർത്താവുള്ള വീട്, ഭാര്യയുള്ള വീട്. അതുകൊണ്ട് ഇണകളുണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടി വൈഭവങ്ങൾ പരിശോധിച്ചാൽ എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് അസ്വാജ, ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. എല്ലാ വസ്തുക്കളെയും. ومن كل شيء خلقنا زوجين لعلكم تذكرون. എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ജോഡികളെ സൃഷ്ടിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവരാണല്ലോ നമ്മൾ. സൂറത്ത് യാസീൻ 114 അധ്യായങ്ങളിലെ 36-ാമത്തെ അധ്യായമാണ്. ആ 36-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ആയത്തൊന്ന് പരിശോധിക്കണേ. ഇന്ന് പോയി സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അവനെത്ര പരിശുദ്ധനാണ്. സകലമാന വസ്തുക്കളെയും അതിന്റെ ഇനങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചുവെങ്കിൽ അവനെത്ര പരിശുദ്ധനാണ്. ഇവകളെയെല്ലാം ജോഡികളാക്കി, ഇണകളാക്കി സൃഷ്ടിച്ച തമ്പുരാനെ, നിനക്കാണ് അഖിലസ്തുതി, നിനക്കാണ് സകല സ്തുതി, നിനക്കാണ് പ്രകീർത്തനങ്ങൾ, നിനക്കാണ് സങ്കീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. സൂറത്ത് യാസീനിൽ പോലുള്ള ജോഡിയാക്കിയിട്ടാ പറഞ്ഞു ഈ ആയത്തും. എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ച അവൻ പരിശുദ്ധനാണ്. അതുപോലെ അല്ലാഹു പറഞ്ഞെന്താ? വഖലഖനാകും അസ്വാജാ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത്. വമിനൽ അൻആമി അസ്വാജാ. ജോഡികൾ മൃഗങ്ങളിലുണ്ട്. കാള, പശു, എരുമ, പോത്ത്, കിട, ആട്, ഇല്ലേ? അതിന്റെയൊക്കെ എല്ലാ ജോഡികളില്ലേ? ന്യൂട്ടർ, ഫേസ്, നെഗറ്റീവ്, പോസിറ്റീവ്, പൂവൻ, പെട, രാത്രി, പകല്,
ഇരുള്, വെളിച്ചം, കുറവമ്മല, കുറത്തിമല, ഇങ്ങനെ എണ്ണിയാൽ എല്ലാം ജോഡികൾ. ജോഡിയില്ലാത്തത് വല്ലതുണ്ടോ? ഈ വസ്തുക്കളെല്ലാം ഉള്ള ജോഡിയായിട്ടാ സൃഷ്ടിച്ചത്. ജോഡി ഇല്ലെങ്കിൽ എല്ലാം ഔട്ടായി പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജോഡിയെ തേടി പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിയുന്ന, ഒറ്റയ്ക്ക് കിടന്ന് ആകെ ഇടങ്ങാറായി പോവും. അല്ലാഹുവാ പറഞ്ഞത് അങ്ങനെ ഞാൻ നിങ്ങളെയും ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത്. എന്തിന്? നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ. പിന്നെ ഈ കല്യാണം കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്താ? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും പകർന്നു തരാനാണ് ഈ വിവാഹം. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നത്. സ്നേഹവും കാരുണ്യവും പകർന്നു തരാൻ, സന്തോഷകരമായ ജീവിതം. എന്ത് രസമാണ്! അതാണ് കുടുംബം. അപ്പോൾ ഒരുമിച്ച് കൂടി. അല്ലാഹു മറ്റൊരായത്തിൽ പറയുന്നു, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദഹ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഒരു ഇണയെ തെരഞ്ഞെടുത്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഭാര്യയാക്കി തന്ന് അവരുടെ രണ്ടുപേരുടെയും സന്തോഷ ജീവിതത്തിലൂടെ കൂടുതൽ ആത്മാവിന് സന്തോഷം പകരൽ എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ്. അപ്പൊ ആദ്യം കല്യാണത്തിന് ഒരുമിച്ച് കൂടി. ശരി, രണ്ടാമത്തെ കാര്യപരിപാടി എന്താ? ശാരീരികമായുള്ള ബന്ധമാണ്. ഒരു ഭർത്താവ് ഭാര്യയെ ബന്ധപ്പെടുമ്പോൾ പിശാചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് അവൻ കാവൽ ചോദിച്ചു കൊള്ളട്ടെ. ആദ്യ രാത്രിയൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പെണ്ണ് പറയും, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കളെ വേണ്ട എന്നർത്ഥം. നിങ്ങളങ്ങ് ഗൾഫിൽ പോകും, ഞാനിതും തള്ളി പിടിച്ചോണ്ട് ഞാൻ നടക്കേണ്ട ആശുപത്രി തോറും. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ലീവ് എടുത്ത് 1 വർഷം ഇവിടെ ഒന്നില്ല, അപ്പൊ നമുക്ക് നോക്കാം. ഉടനെ മലക്ക് മുകളിൽ ഇരുന്ന് ആമീൻ, പടച്ചവനെ ഇവക്ക് ഈ അടുത്ത സമയത്തെങ്ങാണ് മക്കളെ കൊടുക്കല്ലേ അല്ലാ. അതാണ് ഈ കുട്ടികളില്ലാതെ ഇങ്ങനെ തേരാപ്പേര നടക്കുന്നത്. അവിടെ ആദ്യത്തെ ദിവസം അങ്ങനെ ദുആ ചെയ്യല്ലേ. പിന്നെ എങ്ങനെ ദുആ ചെയ്യണം അല്ലാഹ് പറഞ്ഞു തരുന്നു. എന്തായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി? ആദ്യത്തെ രാത്രി ഫലമ്മാ തവസ്സാഹാ ഹമലത് ഹംലൻ ഖഫീഫാ. വൈവാഹിക ജീവിതം കൊണ്ട് ഒന്നാമത്തെ പാർട്ട് കുടുംബം, രണ്ടാമത്തെ പാർട്ട് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കൽ. ഇനി അങ്ങോട്ട് മക്കള് പ്രൊഡക്ഷൻ. ഇനി അതിന്റെ തുടക്കമാണ്. ഇതാണ് അല്ലാഹു അടുത്ത് പറയുന്നത് പരിശുദ്ധ ഖുർആൻ. ഫലമ്മാ തവസ്സാഹാ ഹമലത് ഹംലൻ ഖഫീഫാ. അവൻ അവളെ പൊതിയുമ്പോൾ. അള്ളാഹുവിന്റെ വാക്ക് പടച്ചാൻ പൊതിയ, കെട്ടിപ്പിടിക്കുക, ശാരീരികമായി ബന്ധപ്പെടുക. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഹമലത് ഹംലൻ ഖഫീഫാ, അവൾ ലഘുവായ ഗർഭം ധരിക്കുന്നു. അറിയില്ല, കുറച്ചൊക്കെ കഴിയണം അറിയണമെങ്കിൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് ഇഷ്ടം തോന്നും. അച്ചാർ ഇഷ്ടം തോന്നും, മാങ്ങ ഇഷ്ടം തോന്നും, പുളിച്ചിക്ക ഇഷ്ടം തോന്നും. അപ്പം മനസ്സിലായിക്കോളെ എന്തോ പ്രശ്നം ഉണ്ടെന്ന്. നേരെ ഒരു ഗൈനക്കോളജിയെ കൊണ്ടുപോയി അങ്ങോട്ട് കാണിക്കുക. അപ്പൊ അവർ ഇന്ന സാധനമൊക്കെ വാങ്ങിക്കാൻ പറയും. അതൊക്കെ വാങ്ങിച്ച് ഒരു തുള്ളി മൂത്രം ബിസ്മിയും പറഞ്ഞാൽ കുഴിക്കാത്തോടെടുത്ത് വെക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും. അപ്പോഴെന്തായി പറയും, ഓ നമ്മളെ ഉമ്മയായി, നീ വാപ്പയായി. ഓ ഉമ്മയും വാപ്പയായല്ലോ. പിന്നീട് ഇവർക്ക് ഒരു ഉറപ്പ് വരിക, ഞാൻ ഗർഭിണിയായെന്ന്. അത് അല്ലാഹു അടുത്ത് പറയാണ്. ഫലമ്മാ അസ്ഖലത്, ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ പിന്നീടാണ് ഇവരുടെ തീരുമാനവും പ്രാർത്ഥനയും എന്താണ്? രണ്ടുപേരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ. ലൈൻ ആതൈതനാ സ്വാലിഹാ, നീ ഞങ്ങൾക്ക് സ്വാലിഹായ സന്താനത്തെ നൽകിയാൽ ലനകൂനന്ന മിനശ്ശാകിരീൻ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കും അല്ലാഹ്. അതുകൊണ്ട് റഹ്മാനേ, നീ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ അല്ലാഹ്. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ. അല്ലാതെ അങ്ങോട്ട് പടച്ചവനെ നല്ല സ്വരമുള്ള കുട്ടിയെത്താ പട്ടുറുമാലിലേക്ക് ഞാൻ അങ്ങോട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ നേർന്നേക്കാം അല്ലാഹ്. പോയി അലസി പോവത്. കാരണം നിന്നെങ്കിലും നന്നാക്കാൻ വേണ്ടി കുഞ്ഞിനെ വഴികെടുത്താൻ അല്ലാഹ് ആഗ്രഹിക്കത്തില്ല.
എത്ര ചങ്കൂറ്റത്തോടുകൂടിയാണ് തലയിൽ തട്ടവിട്ടെന്ന സഹോദരിമാരെ ആടിപ്പാടുന്നത് മുസ്ലിം പെണ്ണ്. ഹയാ പോയില്ലേ മോളെ, ഈമാന് നഷ്ടപ്പെട്ടില്ലേ മോളെ. അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ട തല അവിടുത്തെ ജഡ്ജസിന്റെ മുന്നിൽ കുനിക്കുന്ന പെണ്ണേ, നീ കുഫറല്ലേ വിലക്ക് വാങ്ങുന്നത് പെണ്ണേ. ഇവളെയൊക്കെ പള്ളിയിൽ കൊണ്ട് അടക്കല് തന്നെ തെറ്റ്. അള്ളാന്റെ മുന്നിൽ കുനിക്കേണ്ടതിന് പകരം ഓ എടി പെണ്ണ് അടിപൊളിയായിരുന്നു, താങ്ക്സ് സാർ, താങ്ക്സ് സാർ. മശായിഖന്മാരുടെ മുന്നിൽ പോലും മുതുകു കുനിക്കല് മക്രൂഹാണെന്ന് ഇമാം നവവി തങ്ങൾ പറയുന്നുവെങ്കിൽ, ബഹുമാനമുള്ളവരെ, മൂത്രം ഒഴിച്ചാ കഴുകാത്തവന്റെ മുന്നിലല്ലേ തലയിൽ തട്ടവിട്ട പെണ്ണ് പോയി കുനിഞ്ഞു കൊടുക്കുന്നത്? പോയ ഇസ്ലാമിന് പുറത്ത്. വാപ്പമാർക്ക് സന്തോഷം, ഉമ്മമാർക്ക് സന്തോഷം. കുനിയട്ടെ, അവള് കുനിയട്ടെ. 25 ലക്ഷത്തിന്റെ ഒരു വീട് കിട്ടൂലേ? 25 ലക്ഷം ഇവിടെ കിട്ടും. കബറിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോ നല്ല പുഴുക്കളും പാമ്പുകളും കൂടെ ഉള്ള വീടായിരിക്കും അള്ളാഹ് കൊണ്ടുതരിക. ഇങ്ങനെ വരും. അപ്പൊ ഈ ഒപ്പിട്ടവനും കാണൂല, ഈ വീടിന്റെ താക്കോൽ കൊടുത്തവനും കാണൂല, ഈ ഇങ്ങോട്ട് പാട്ടുപാടാൻ പ്രേരിപ്പിച്ചവളും കാണൂല, വാപ്പായും കാണില്ല, ഉമ്മായും കാണില്ല. അപ്പുറത്തൊന്നും കൊത്ത്, ഇപ്പുറത്തൊന്നും കൊത്ത്, ചുറ്റല്, കണ്ണി കൊത്തല്, ശരീരത്തിൽ കൊത്തല്, പാമ്പ് വരല്, തേള് വരല്, പഴുതാര വരല്, നിലവിളിയോടെ നിലവിളി. യാ വൈലത്താ, യാ ഹസ്രത്താ, ഒന്ന് എന്നെ അങ്ങോട്ട് തിരിച്ചുവിടണേ, ഞാൻ എന്തോളം ചെയ്തോളാം, അറിവില്ലാതെ ചെയ്തു പോയേ, ഇങ്ങനെ കൊണ്ടെന്ന് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്. അല്ലോ ഒന്ന് മടക്കി വിടണേ, മടക്കി വിടണേ. ഒരു മനുഷ്യൻ പോലും കേൾക്കൂല. അതുകൊണ്ട് അള്ളാഹു ഇവരൊക്കെ ശിക്ഷിക്കാൻ പെടുന്ന മലക്കുകൾക്ക് കണ്ണിന് കാഴ്ച എടുത്തു കളയും, ചെവിയുടെ കേൾവി ശക്തി എടുത്തു കളയും. എന്താണെന്നറിയോ? കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ ഇവളുടെ നിലവിളി കേട്ടിട്ട് മലക്കുകൾക്ക് ഒരു ദയ തോന്നും. മലക്കുകൾക്ക് ദയ തോന്നിയിട്ട് ആ മലക്കുകൾ ആ ശിക്ഷയിൽ നിന്ന് പിറകോട്ട് മാറും. അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച അള്ളാഹ് എടുത്തു കളഞ്ഞു. ചെവിയുടെ കേൾവിയോ, ഇവളുടെ നിലവിളി കേൾക്കുമ്പോ ഓ ഇത് ഭയങ്കര അടിയായിരിക്കും ഞാൻ അടിക്കുന്നത്, ഭയങ്കര ശിക്ഷയായിരിക്കുമല്ലോ, പാവം. യാ വൈലത്താ, യാ ഹസ്രത്താ. പാട്ടിന്റെ ഈണവും ട്യൂണും അനുസരിച്ച്, അവിടുത്തെ ചാട്ടവും നൃത്തവും അനുസരിച്ച് നിന്റെ നിലവിളി ഭയങ്കരമായിരിക്കും. ആ ശ്മശാനത്തിൽ മഖ്ബറയുടെ പരിസരത്തെങ്ങാനും ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആ മൃഗം പോലും നിന്റെ നിലവിളി കേട്ടിട്ട് ഓടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ മറ്റാർക്കും അത് കേൾക്കാൻ അല്ലാഹു അവസരം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം നൽകിയാൽ ഒരു പട്ടുറുമാലും ഉണ്ടാവൂല, ഒരു റിയാലിറ്റി ഷോ ഉണ്ടാവൂല, ഒരു താത്താമാരും ആടാനും പാടാനും മഫ്തയും പർദയും ധരിച്ചുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുന്നിൽ പോയിരിക്കൂല. അത് പറഞ്ഞു തരുമ്പോ കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഈമാൻ എന്ന് പറയുന്നത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്തൊരു ചാട്ടം, എന്തൊരു കുനിയക്കം. മുസ്ലിം പെണ്ണ് തന്റേടി. അയ്യേ നാണമില്ല. ഇവിടെയൊക്കെ ഇപ്പൊ ആരാ കെട്ടുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അതുകൊണ്ട് സ്വാലിഹായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ് മക്കളെ, സ്വാലിഹായ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ്. വയറ്റിൽ കൈവച്ചിട്ട് നീ ദുആ ചെയ്യ്, അള്ളാഹുവേ നീ സ്വാലിഹായ സന്താനത്തെ താ അല്ലാഹ്. ചിലര് പെമ്മക്കൾക്ക് വേണ്ടി പെമ്മക്കളെ പെമ്മക്കള് അതിങ്ങോട്ട് വരുമ്പോഴേ ഇങ്ങനെ നോക്കും. ലേബർ റൂമിനകത്തോട്ട് കയറ്റിയ പെണ്ണും പിള്ള ഇങ്ങനെ പ്രസവിച്ചു വരുന്നത് ഇവൻ കണ്ണാടിക്കകത്തൂടെ ഇങ്ങനെ നോക്കും, ആണോ പെണ്ണാണോ ഇങ്ങനെ വരുന്നതെന്ന്. പെണ്ണാന്ന് കണ്ട ഇവന്റെ മുഖം അപ്പോഴേ അങ്ങോട്ട് കറുക്കും. ഈ മുഖം കറുക്കുന്നത് ആരാ? മക്ക കുഫാറുകളുടെ മുഖമല്ലേ കറുക്കുക? നിന്റെയും നിന്റെ ഭാര്യയുടെയും ശാരീരിക ബന്ധത്തിലൂടെ അള്ളാഹു നിനക്ക് നൽകിയത് ഒരു പെണ്ണായി പോയെങ്കിൽ ആ പെണ്ണിനോട് നീ വെറുപ്പ് കാട്ടല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കേട്ടോ. 1-2 ഹദീസ് മാത്രം പറഞ്ഞുകൊള്ളാൻ സമയമില്ല. ലാ തക്റഹുൽ ബനാത് ഫഇന്നഹുന്ന മൂനിസാത്തുൽ ഗാലിബാത്. നിങ്ങളാരും നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ. കുഞ്ഞുമക്കളായ പെൺകുട്ടികൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹ ആദരവോടെ ഇഴുകിച്ചേരുന്നവരാണ്. അതുകൊണ്ട് സഹസുഹൃത്തുക്കളെ, മനുഷ്യരെ, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളോട് വെറുപ്പ് കാട്ടല്ലേ, വെറുപ്പ് കാട്ടല്ലേ എന്ന് പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനോട് വെറുപ്പ് കാണിക്കുന്നവൻ പ്രവാചകനോട് വെറുപ്പ് കാണിച്ചവനാണ്.
പ്രവാചകൻ പറഞ്ഞു മൻകാനത്ത് ലഹു ഉൻഫ, ആർക്കെങ്കിലും പെൺമക്കൾ ഉണ്ടായിട്ട് ഫലം യഅ്ബിഹാ, ആ പെണ്ണിനെ അവൻ കുഴിച്ചു മൂടിയില്ല, ഫലം യുഹിൻഹാ, ആ പെണ്ണിനെ അവൻ നിന്ദിച്ചില്ല, ഫലം യൂസിറു വലദഹു അലൈഹാ, ആ വീട്ടിലുള്ള ആൺകുട്ടിക്ക് പെണ്ണിനേക്കാൾ സ്ഥാനവും നൽകാതെയും ഇരുന്നാൽ അദ്ഖലഹുല്ലാഹു അൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? 3 പെണ്ണും ഒരാണും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടം ആരോടായിരിക്കും? ആൺകുട്ടിയോടായിരിക്കും. 3 പെണ്ണും ഒരാണ്. കാരണം എന്താ? 3 പെണ്ണ് ചെലവ്, ഒരാണ് വരവ്. അപ്പൊ പ്രസവിച്ച ഉടനെ ചോദിക്കും നാട്ടുകാരെ, ഡേ നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ എന്നറിഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? പെണ്ണാണെങ്കിൽ വല്ലവർക്കും ഉള്ളതാണ്, ആണാണെങ്കിൽ നമുക്കുള്ളതാണെന്ന് അർത്ഥം. അതുകൊണ്ട് പ്രസവിച്ചോണ്ട് ഡേ നമുക്കുള്ളതാണോ വല്ലവർക്കും ഉള്ളതാണോ? അപ്പൊ പറയാ അളിയാ വല്ലവർക്കും ഉള്ളതാണോ. പെണ്ണാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് വെറുപ്പാ ആ പറച്ചിൽ തന്നെ, എന്ത് വിഡിത്ത, വല്ലവർക്കും ഉള്ളതാ പെണ്ണെന്ന് പറഞ്ഞാൽ ഇവന്റെ അല്ല വേറെ ഒരുത്തന്റെ ആണെന്ന്. പറയും നാട്ടു നടപ്പാണ്, നാട്ടു നടപ്പാണിത്. പെണ്ണിനോട് എന്താ ഇത്ര വെറുപ്പ്? ആരെങ്കിലും മൻകാനത്ത് ലഹു സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ഫഅദ്ദബഹുന്ന, നല്ല നിലയിൽ അവൾക്ക് ശിക്ഷണം നൽകി വളർത്തി, ഫഹസന ഇലൈഹിന്ന, അവളോട് നല്ല സമീപനമായിരുന്നു അവൻ കാട്ടിയതെങ്കിൽ അദ്ഖലഹുല്ലാഹു അൽ ജന്ന, അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് സയ്യിദുനാ വസനദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺകുട്ടികള്, 2 പെൺകുട്ടികളെ കുറിച്ചും പറഞ്ഞു, 1 പെണ്ണിനെ കുറിച്ചും പറഞ്ഞു. സഹാബാക്കൾക്ക് 2 പെണ്ണ് 3 പെൺമക്കളാത്തവരൊക്കെ സഹാബാക്കളൊക്കെ വേവലാതിപ്പെട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് 2 പെൺകുട്ടിയുള്ളവരോ? ഓ ഞാൻ 2ഉം. 1ഉള്ളവരോ? ഓ 1ഉം. 3ഉള്ളൂ. സഹാബാക്കൾക്ക് അതാണ് ഇഷ്ടം. സഹാബാക്കളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം. പെൺകുട്ടികളെ നല്ല നിലയിൽ വളർത്തി കൊണ്ടുവന്ന് പഠിപ്പിച്ച് അൽഹംദുലില്ലാ ദീനി ദുനിയവി വിദ്യ നൽകി അവർക്ക് നല്ല ഒരു ചെറുക്കന്റെ കൈക്ക് പിടിച്ച് സ്വാലിഹായ നിലയിൽ അവരെ കല്യാണം കഴിച്ചു കൊടുത്തു. നല്ല റാഹത്തായ ജീവിതമാണ് അവർ നയിക്കുന്നത് എങ്കിൽ അൽഹംദുലില്ലാ വാപ്പാ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർത്തിയായി. വാപ്പാടെ ഒരു ഉത്തരവാദിത്വം കൂടെ ഞാൻ പറയട്ടെ, സമയമില്ല, തീർന്നു പോയി സമയം. വാപ്പാടെ ഉത്തരവാദിത്വം കൂടെ ഞാൻ പറയുമ്പോ എങ്ങനെ പറയാതിരിക്കുക? ഇതൊക്കെ ഇനി ഇങ്ങോട്ട് പോകാൻ കിടക്കുകയാണല്ലോ. ഒരു മാതാവിനും പിതാവിനും മക്കളോടുള്ള ഉത്തരവാദിത്വം എതുവരെ എന്നാൽ പ്രസവിച്ചത് മുതൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുഅഖു അൻഹു യൗമുസ് സാബിഅ, 7ാമത്തെ ദിവസം നീ അഖീഖ അറുത്തു കൊടുക്കണം. ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. കണ്ട, അവിടെയും പെണ്ണിനോട് കൺസെഷൻ. പെണ്ണാണെങ്കിൽ 1 ആടിനെ അർത്ഥം മതി. 14,500 രൂപ ഒരു 5-6 കിലോ ആട് ഇറച്ചിയുള്ള ആടിന് 16,500 5,000 രൂപയോളം കൊടുക്കണം. പെണ്ണാണെങ്കിൽ 1 അർത്ഥം. ആണാണെങ്കിലോ 10-13,000 രൂപ 2 വാങ്ങിച്ചറ. അവിടെ അല്ല കൺസെഷൻ നൽകി പെണ്ണിന്. 6 വയസ്സെത്തിക്കഴിഞ്ഞാൽ നീ അദബ് പഠിപ്പിക്കണം. കുട്ടിക്ക് പെണ്ണാകട്ടെ ആണാകട്ടെ 6 വയസ്സെത്തിക്കഴിഞ്ഞാൽ അദബ് പഠിപ്പിക്കണം. നല്ല ശിക്ഷണ മര്യാദയോടുകൂടി വളർത്തണം. മുതിർന്നവരെ കണ്ടാൽ എഴുന്നേൽക്കണം, ബഹുമാനിക്കണം, കുട്ടികളോട് ആദരവ് കാണിക്കണം. ആരും കൊണ്ടുതരുന്ന പൈസ അങ്ങോട്ട് വാങ്ങാൻ നിൽക്കരുത്. ആരുടെയും പിച്ചച്ചട്ടി പോയി കൈയിടാൻ നിൽക്കരുത്. എല്ലായിടത്തും ഒരു ബഹുമാനം. അത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കണം. ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോകണം വാപ്പ. പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ വാപ്പ ചുമ്മാ സൈഡിൽ നിർത്തിയാൽ മതി. വാപ്പ നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഈ കുട്ടി ഇങ്ങനെ നമസ്കരിച്ചോളും. വാപ്പ നമസ്കരിക്കുന്നുണ്ട്. അതല്ലാതെ വാപ്പ കുട്ടിയുടെ 7 വയസ്സാ കുട്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന പെഗ് കൊണ്ടുവന്ന് പൊട്ടിക്കണം. മക്കളെ ഇതൊന്ന് പൊട്ടിച്ചതാ, കൊച്ചുകുട്ടിയുടെ 7 വയസ്സ് അപ്പളെ പൊട്ടിച്ച് ശീലിക്കുക. അപ്പൊ ഇത് 7 അങ്ങോട്ട് വളർന്നു വരുമ്പോഴത്തേക്ക് എനിക്കൂടെ ഇച്ചിരിത്താ വാപ്പിച്ചാന്ന് പറയും. അപ്പൊ കുട്ടി ഇടങ്ങേറുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തിരി ആ കുട്ടിയുടെ തൊള്ളലോട്ട് ഒഴിച്ചു കൊടുക്കും. സ്വസ്ഥമായിട്ട് മാറി കിടന്നോളൂല്ലോ മയങ്ങി. അപ്പൊ ഇവൻ ഇവിടുത്തെ പല പെണ്ണുമ്പിള്ള 5-6 ഇടിയൊക്കെ ഇടിച്ച് ചട്ടിയും പാനയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ കുട്ടികളെ നിലവിളിക്കൂല. അവിടെ ആദ്യം കുറച്ച് ബർക്കത്തായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ശീലിപ്പിച്ച് ആ ശീലേ വരുള്ളൂ. പള്ളിയിൽ കൊണ്ടുപോയി ആ ശീലേ വരുള്ളൂ. അതുകൊണ്ട് 7ാമത്തെ ദിവസം തല മൊട്ടയടിച്ചുകൊണ്ട് അതിനുള്ള സദഖ നൽകി. 6ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ അദബ് പഠിപ്പിക്കണം. 9ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ വിരിപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 10 വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി അടിക്കണം. 16 വയസ്സായി കഴിഞ്ഞാൽ
സൗവജഹു അബൂഹു, അവന്റെ വാപ്പ അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഇന്നലെ പറഞ്ഞല്ലോ, വയസ്സ് 16ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ സൗവജഹു അബൂഹു, അവന്റെ വാപ്പ അവനെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞത്. അല്ല ഇവൻ പോയിട്ട് അങ്ങോട്ട് ഒരു പെണ്ണിനെ തെരഞ്ഞു പിടിച്ച് വിവാഹം കഴിക്കണമെന്നല്ല. പോട്ടെ, ഇന്ന് നമ്മുടെ രീതി അനുസരിച്ച്, ഇവിടുത്തെ നിയമം അനുസരിച്ച് 16 പറ്റൂല, 18 വയസ്സ് പെണ്ണിന്, 21 വയസ്സ് ആണിന്. എങ്കിൽ ആ വയസ്സാകുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചുകൊട്, ആ സമയമാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചുകൊട്. വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ പെണ്ണിന്റെ പഠിത്തത്തിനൊരു തടസ്സം ഇസ്ലാം നൽകുന്നില്ല. ഭർത്താവ് പഠിപ്പിക്കട്ടെ, ഭർത്താവ് വാഹനത്തിൽ കൊണ്ടുപോയി വിടട്ടെ കോളേജിൽ. 2 വർഷം കൂടെ കഴിഞ്ഞ് കല്യാണം മതി എന്നൊക്കെ പെണ്ണുങ്ങൾ ശാഠ്യം പിടിക്കാൻ പോണതിന്. അതുകൊണ്ട് 16 വയസ്സെന്ന് പ്രവാചകൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഒരു പക്വത എത്തിയ വയസ്സാകുമ്പോൾ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക. വിവാഹം കഴിച്ച ആ സദസ്സിൽ വെച്ച് ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് വാപ്പ പറയണം, മോനെ, ഏ പൊന്നുമോനെ, അദ്ദബ്തുകാ, നിനക്ക് ഞാൻ അദബ് പഠിപ്പിച്ചടാ കുട്ടാ, വഅല്ലംതുകാ, നിനക്ക് ഞാൻ ഇൽമു പഠിപ്പിച്ചു തന്നു മോനെ, വഅൻകഹ്തുകാ, നീ വഴിപിഴച്ചു പോകുന്നതിന് മുമ്പ് നിന്റെ ബാപ്പ നിനക്ക് യോജിച്ച ഒരു വിവാഹം കണ്ടെത്തി നിനക്ക് വിവാഹവും കഴിച്ചു തന്നടാ മോനെ, എന്റെ ഉത്തരവാദിത്വം ഇതാ പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ ബാപ്പ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതി ഫിദ് ദുനിയാ വഅദാബിഹി ഫിൽ ആഖിറ. അല്ലാഹുവേ, ഒരു ബാപ്പ എന്ന നിലയിൽ ഒരു മകനോടുള്ള ഉത്തരവാദിത്തത്തെ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാ, അവന്റെ ബാല്യം മുതൽ, ശൈശവം മുതൽ, ബാല്യം മുതൽ, കൗമാരം മുതൽ ഒരു വിവാഹപ്രായമെത്തിയ സമയമെത്തിയപ്പോൾ അവന് യോജിച്ച നിലയിൽ ഒരു വരനെ കണ്ടെത്തി ഞാൻ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. തമ്പുരാനെ, ഇനി എങ്ങാനും എന്റെ ഈ പയ്യൻ വഴികേടിലേക്ക് പോയാൽ, എന്റെ പയ്യൻ വഴികെട്ടതിന്റെ പേരിൽ അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ എന്നെ പിടിച്ചു നിർത്തല്ല നാഥാ. അവന്റെ എല്ലാവിധ മോശത്തരത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു നാഥാ. ഓരോ വാപ്പാടെ ഉത്തരവാദിത്വ. ആര് പറയും കല്യാണ ദിവസം വാപ്പ മോന്റെ കൈക്ക് പിടിച്ചിട്ട് പറയോ? പറയണമെന്നാണ് നബി പഠിപ്പിച്ചത്. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, അല്ലെങ്കിൽ കല്യാണത്തിന് തലേ, മോനെ, നിന്നെ ഞാൻ വളർത്തി കഷ്ടപ്പെട്ട് വലുതാക്കി കൊണ്ടുവന്നു, പഠിപ്പിച്ചു, നിനക്ക് യോജിച്ച നിലയിൽ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തി തന്നിരിക്കുകയാണ്. നീ വഴിപഴിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല, എൻ്റെ ഉത്തരവാദിത്വം തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നല്ല നിലയിൽ സമ്പൂർണ്ണമായ ഒരു ജീവിതം, വൈവാഹിക ജീവിതം നടത്താൻ നീ പരിശ്രമിക്കണം എന്ന് നല്ല ഉപദേശം വാപ്പ അവന് നൽകണം. അല്ലെങ്കിൽ ആഖിറത്തിൽ ഇടി കിട്ടും വാപ്പാക്ക്. ഹാജിയാർ ഉഷാറായിട്ട് പള്ളിയിൽ ഒരു അവിടെ കിടന്ന് കൂർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങും. ഇടി ഉറപ്പാർക്ക്? വാപ്പായിക്കാണ് ഇടി. കാരണം എന്താ? നീ എന്താ വിളിക്കാഞ്ഞത്? കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും കിടന്നുറങ്ങട്ടെ. അവർ ഇന്നലൊക്കെ ചെറുക്കൻ അവിടെയൊക്കെ ഓടി ഇവിടെയൊക്കെ ഓടി ക്ഷീണിച്ച് അവൻ ഉറങ്ങിയപ്പോൾ ഒരു 3 മണിയായി. സുബൈക്ക് വിളിക്കാൻ നിൽക്കല്ലേ, കിടക്കട്ടെ. എന്നിട്ട് വാപ്പ ടോർച്ച് എടുത്തോണ്ട് നേരെ പള്ളിക്ക്, ഉമ്മ നിസ്കാര മുറിയിലേക്ക്. അവർ രണ്ടുപേരും സാലിഹായ സന്താനം ഉണ്ടാവുമോ? സുബൈക്കാരൊക്കെ കിടന്നുറങ്ങിയാൽ ഉണ്ടാവോ? ആ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവോ? ഖൈറുണ്ടാവും ജീവിതത്തിൽ. ഖൈറുണ്ടാവണമെങ്കിൽ അവൻ രാവിലെ കുളിച്ച് സുബഹിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് യാസീൻ വന്നിട്ട് ദുആ ചെയ്യണം. അല്ലാഹ്, ഞങ്ങൾ ഇന്നലത്തെ ബന്ധത്തെ നീ കബൂലാക്കി, നീ എനിക്ക് അതിലൂടെ നല്ല സന്താനത്തെ തരണേന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ല 8 മണി വരെ പോത്ത് കിടന്നുറങ്ങണത് പോലെ കിടന്നുറങ്ങുക, നാണമില്ലാതെ. പെണ്ണ് രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചിട്ട് ചെറുക്കന് ഭർത്താവിന് ഒരു നല്ല കട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുക്കണം രാവിലെ. അതല്ലേ വേണ്ടത്? സുബഹിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് റാഹത്തായ വിഭവമൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ല കിടന്ന് ഉറങ്ങല്ലേ. 8 മണിയാലും വിളിക്കല്ലോ. അവൻ്റെ ഓട്ടവും ചാട്ടവും എത്ര ബുദ്ധിമുട്ട്. എന്തെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങട്ടെ. വാപ്പ പറയാ, ഇങ്ങനത്തെ വാപ്പായ്ക്ക് ഇടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അള്ളാഹ്ക്ക് സൂപ്പർ ഇടിയാ. അതുകൊണ്ട് നല്ലപോലെ ഇറച്ചിയൊക്കെ തിന്ന് കൊഴുപ്പോട് കൂടി മരിച്ച്. കാരണം ഇടി കൊള്ളണ്ടായി അവിടെ പോയിട്ട്. അതൊക്കെയാണ് ഈ കൊഴുപ്പ് വന്ന് പെട്ടെന്ന് മരിക്കുന്നത് അല്ലേ? കൊഴുപ്പ് കൂടിയിട്ട് ഇടിക്കാനുള്ള ശക്തിയായി, പുഷ്ടി ഉണ്ട്, മതി, തട്ടിയര വാങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യബോധം നൽകി അനുഗ്രഹിക്കട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഇങ്ങനെയാണ് ഉത്തരവാദിത്വം. അപ്പൊ ബഹുമാനമുള്ളവരെ, വൈവാഹിക ജീവിതം കൊണ്ട് രണ്ടാമതായി ഉദ്ദേശിക്കുന്നത് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കലാണ്.
ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താൻ ഫീമാ റസഖ്തന അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞുകൊണ്ടാണ് ശാരീരിക ബന്ധം പുലർത്താൻ. അങ്ങനെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നോ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ എന്ന് തുടങ്ങുന്ന ആ ദുആ ഓതാതെ ശാരീരിക ബന്ധം പുലർത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പുരുഷന്റെ ലിംഗാഗ്രത്തിൽ ശൈത്താൻ പിശാച് ഒളിച്ചിരിക്കും. ഇവർ പിശാചിൽ നിന്ന് അഭയം പ്രാപിക്കാതെ പെണ്ണുമായി ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ ഈ ലിംഗാഗ്രത്തിൽ നിന്ന് ശൈത്താൻ പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് കടക്കും. അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ പിശാചിന്റെ കുട്ടികളായി മാറും. അതിനാണ് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ഔദും ബിസ്മിയും മറക്കാതെ ചൊല്ലണം എന്ന് പറഞ്ഞത്. അപ്പൊ മനസ്സിലായോ? മുസ്ലിയാക്കന്മാരിത് ചൊല്ലിത്തരുമ്പോ അയ്യേ അങ്ങനെ സെക്സ് പറഞ്ഞെന്ന് പറയരുത്, അല്ലെ കുട്ടി സെക്സ് ആയിപ്പോ. അതിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത്. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സംശുദ്ധമായ ലൈംഗിക ജീവിതമാണ് മൂന്നാമതായി നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംശുദ്ധമായ ലൈംഗിക ജീവിതം, ഹലാലായ ബന്ധപ്പെടൽ. അതുകൊണ്ട് പുരുഷന്മാരോട് അല്ലാഹു തആല പറയുന്നു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കല്യാണ വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? മുഹ്സിനീന ഗൈറ മുസാഫിഈൻ വലാ മുത്തഖിദീ അഖ്ദാൻ. രഹസ്യ കാമുകിമാരെ സ്വീകരിക്കാത്തവനായിക്കൊണ്ട്, വ്യഭിചാരം ചെയ്തവനായിക്കൊണ്ട്, രഹസ്യ കാമുകിമാരെ വെച്ച് പുലർത്താത്ത നിലയിൽ, വ്യഭിചരിക്കാത്ത നിലയിൽ വേണം നീ ശുദ്ധ മനസ്സോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. സിമ്മൊക്കെ അങ്ങ് ഒടിച്ചു കളഞ്ഞേക്കണം. ഒരു 7, 8, 10, 12 എണ്ണത്തിന്റെ നമ്പരും വെച്ചുകൊണ്ട് ഇങ്ങനെ അടക്കാം. പെണ്ണെട്ടാൻ പാൻ ഒടിച്ചു കളഞ്ഞാലേ പോലെ ഖുർആനായത്ത്. പെണ്ണെ, നിന്നോടും ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത്? മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്ത് വലാ മുത്തഖിദാതി അഖ്ദാൻ. രഹസ്യ കാമുകന്മാരെ വെച്ച് പുലർത്താത്ത നിലയിൽ, വേശ്യാവൃത്തിയിൽ ഏർപ്പെടാത്ത നിലയിൽ പതിവ്രതകളായി വേണം പെണ്ണെ നീ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. അതാണ് കല്യാണം എന്ന് പറയുന്നത്. ഹറാമിന്റെ പണികൾ ചെയ്തിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട, പിന്നെ വ്യഭിചാരത്തിന്റെ കുറ്റമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറായിട്ട്. സമയമില്ല, പോട്ടെ. അടുത്തത് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബ വസ്ത്രം വിലക്ക് വാങ്ങലാണ്. കുടുംബ വസ്ത്രം, കല്യാണത്തിന് വസ്ത്രം. കല്യാണത്തിന്റെ വസ്ത്രം വാങ്ങാൻ ഇവിടെ നിന്ന് വണ്ടിയും വിളിച്ച് എത്ര ദൂരമാ പോണത്, എന്ത് ദൂരം. ഇവിടെ എങ്ങും കടയിലൊന്നും പോരാ, മദ്രാസിൽ പോയാലേ വാങ്ങിക്കാൻ അവർക്ക് ഇഷ്ടമുള്ളൂ. അല്ലെ എറണാകുളത്ത് പോണം, ഇത്തിരി ദൂരെ യാത്ര ചെയ്താലേ എന്തോ ആ സാരിക്ക് ഇത്തിരി പൂപ്പ് കൂടുതൽ കിട്ടുള്ളൂ പോലെ. കഴുകാൻ പറ്റുമോ? 10,000 റുപ്യ കൊടുത്ത് ഈ പട്ടുസാരിയൊക്കെ വാങ്ങിക്കൊണ്ട് 990 കല്യാണത്തിൽ പങ്കെടുത്താലും എത്ര കുട്ടികളെ കല്യാണത്തിന് മുമ്പ് എടുക്കും, അതൊക്കെ മൂത്രിച്ച് വെക്കും, എന്നിട്ട് കൊണ്ടുവന്ന് കഴുകാൻ പറ്റൂല. പട്ടുസാരിയാണ് 8,000 രൂപ കൊണ്ട് വെയിലത്തിടും. ഇങ്ങനെ എല്ലാ കുട്ടികളുടെ മൂത്രവും ഉണക്കി താത്ത 90 വയസ്സ് വരെ അത് എടുത്തുകൊണ്ട് നടക്കും. ആഖിറത്തിൽ പോയി ഈ സ്കാൻ ചെയ്താൽ, ഈ സാരിയുടെ സ്കാൻ ചെയ്താൽ എത്ര പെണ്ണുങ്ങളുടെ കുട്ടികളുടെ മൂത്രങ്ങൾ കാണും ഇതിനകത്ത്. കഴുകാൻ പറ്റുമോ? പട്ടുസാരി 8,000 9,000 റുപ്യ കൊടുത്തെടുക്കുക. നല്ല വസ്ത്രം അല്ലാഹു പഠിപ്പിക്കുന്നു വിവാഹ ജീവിതത്തിലൂടെ. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. സ്ത്രീകളെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വസ്ത്രമാണ്, ഭർത്താക്കന്മാരെ നിങ്ങൾ സ്ത്രീകൾക്ക് വസ്ത്രമാണ്. ഇത് എത്ര പൈസ കൊടുത്താലും കിട്ടുമോ? അതുകൊണ്ടാണ് 5 ലക്ഷം 50 പവനും ഈ വസ്ത്രത്തിന്റെ വില. ഇങ്ങോട്ട് തരിക, അങ്ങോട്ട് കൊടുക്കല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ വസ്ത്രത്തിന്റെ വില നമുക്കറിയാത്തത്. ഈ വസ്ത്രത്തിന്റെ വില നമുക്കറിയാത്തത്. പെണ്ണ് കണ്ട് എല്ലാം ആലോചിച്ച് ചെറുക്കനെ കൊണ്ടുവന്നൊരു കണ്ണാടി കൂട്ടി പെണ്ണിന്റെ വാപ്പ കയറ്റി ഇങ്ങനെ നിർത്തും. ദൂരെ ഇന്നുകൊണ്ട് ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കും. കിഡ്നിക്ക് എത്ര ഇടാം? ഒരു 3 ലക്ഷം. റൈറ്റ് കിഡ്നിക്ക് 3 ലക്ഷം, ലെഫ്റ്റ് കിഡ്നി ചെറിയ പ്രോബ്ലം ഉള്ളതാ, ഒരു 1.25 ലക്ഷം. അതിന് അടക്കട്ടെ. അപ്പൊ 4.25. ഹാർട്ട് എത്ര നാൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്തോ. കുറച്ചാള് ഒരു 19 വയസ്സിൽ ജീവിക്കും തോന്നുന്നു. ശരി, പോയി 2 ലക്ഷം അതിന് കിടക്കട്ടെ. അല്ലെ കൂടുതലും നല്ല ഹാർട്ടിനൊക്കെ 16 ലക്ഷം രൂപ ഒക്കെ വിലയുള്ളതാണ്. ആണ് പറ്റൂല. അങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ വാപ്പൊക്കെ നോക്കിയിട്ട് അതിനൊരു വില അങ്ങോട്ട് നിശ്ചയിക്കും. ഒരു 7 ലക്ഷവും ഒരു 80 പവനും. സ്വർണം പെണ്ണിനുള്ളത് അവന്റെ വാപ്പ വാങ്ങിച്ചു വെച്ചത്. പക്ഷെ നിന്റെ വിലയാണ് ഈ ലക്ഷക്കണക്കിന് രൂപ. കാരണം നിന്റെ ഓരോ കിഡ്നിക്ക്
ഓരോ നാഡി ഞരമ്പിന് ഓരോ അവയവങ്ങൾക്ക് എല്ലാം ഈ വാപ്പ നിന്നെ ഒരു നോട്ടം നോക്കും. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചൊരു നോട്ടം നോക്കും. അതിനാണ് ഈ പെണ്ണുങ്ങളെ പറഞ്ഞു വിടുന്നത്. ചില സമയത്തൊക്കെ എല്ലാം ഒന്ന് കുടുംബപരമായിട്ടൊക്കെ ഒന്ന് ചർച്ചയിൽ നോട്ടത്തിൽ മനസ്സിലാക്കി ലക്ഷ്യങ്ങൾ അങ്ങോട്ട് മതിക്കുകയാണ്. ഇങ്ങനല്ലേ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വിലയല്ല അള്ളാഹു പറഞ്ഞത് ഇവിടെ. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. നിങ്ങൾ അവർക്ക് വസ്ത്രം, അവർ നിങ്ങൾക്ക് വസ്ത്രം. വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം ഒരു അലങ്കാരമാണ്, ഒരു അലങ്കാരമാണ്. നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുപോയാൽ 10 പേര് നോക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മോശം വസ്ത്രം ധരിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന മലക്കൾ പോലും നോക്കൂല. കല്യാണത്തിന് കയ്യിലെടുത്തോണ്ടാരെങ്കിലും പോവോ? നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോഴും എവിടെയെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴും എല്ലാവരും ആ വസ്ത്രത്തിൽ അവന്റെ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെ ഒരു ഭാര്യ, ഒരു കുടുംബിനി, അവൾ നല്ല സ്വഭാവമുള്ളവളാണ് എങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും നാട്ടുകാർക്ക്. അവളെ കെട്ടിക്കൊണ്ടാൻ വന്ന് അവളൊന്ന് പുറത്തിറങ്ങുന്നില്ല, അവളെ വായിൽ നാക്കൊണ്ടോന്ന് നമ്മൾ കൈയിട്ട് നോക്കണം. അത്രയ്ക്ക് നല്ല പെണ്ണ്, സംസാരിക്കൂല, എന്തോ ഒരു സഹകരണം, എന്ത് നല്ല സ്നേഹം. അത് അവന്റെ ഒരു അലങ്കാരമാണത്, ആ വീടിന്റെ അലങ്കാരമാണത് ഭാര്യ എന്ന് പറയുന്നത്. അതിന് പറ്റുന്നത്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താ? അത് സ്വാലിഹത്തായ പെണ്ണിനെ അതേ കഴിയുള്ളൂ. സ്വാലിഹത്തായ പെണ്ണിനെ അതിന് കഴിയുള്ളൂ. രണ്ടാമത് വസ്ത്രം അല്ലാഹു ഉപയോഗിച്ചത് ഇവിടെ. വസ്ത്രം ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണ്, നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒന്നാണ് വസ്ത്രം. ഭാര്യ ഇതേപോലെ നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നവളാണ്, ഭർത്താവ് ഒട്ടിക്കിടക്കുന്നവളാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ രഹസ്യത്തെ മണത്തറിയുന്നവളാണ് ഭാര്യ, അത് പരസ്യപ്പെടുത്താത്തവളാണ്. ഭാര്യയുടെ രഹസ്യത്തെ മണത്തറിയുന്നവളാണ് ഭർത്താവ്, അവളുടെ രഹസ്യം ചോർത്തിക്കൊടുക്കാത്തവനാണ് ഭർത്താവ്. അതാണ് നീ അവൾക്ക് വസ്ത്രം, അവൾ നിനക്ക് വസ്ത്രം എന്ന് പറഞ്ഞത്. ഇത് ഭാര്യയും ഭർത്താവായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോൺ വിളിച്ച അളിയാ, ഓ അടിച്ചു പൊളിച്ചളിയാ. ഇവളെ ഇനി അങ്ങോട്ട് വിളിച്ചില്ലല്ലോ, ഇവളെ കൂട്ടുകാരിൽ ഇങ്ങോട്ട് വിളിക്കും. എടിയേ എങ്ങനെ ഉണ്ടായിരുന്നടിയേ? പോടി അങ്ങോട്ട്, ചുമ്മാ ആവശ്യമില്ല. എന്നാലും എന്താ പറയടിയേ? ഉടനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കലെന്നെ. നടന്ന സംഭവങ്ങളെല്ലാം കാർഗുസാരി എല്ലാം കഴിഞ്ഞ സംഭവത്തെ എല്ലാം ക്ലിയർ ആയിട്ട്. ഇവരെ കുറിച്ച് എന്താ അള്ളാന്റെ റസൂൽ പറഞ്ഞത്? ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ആ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്ക് കേട്ടോളീൻ. ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. ഖിയാമത്തിന്റെ നാളിൽ ഏറ്റവും നികൃഷ്ടനായ വേഷം ധരിച്ചുകൊണ്ട്, ഏറ്റവും മോശമായ നിലയിൽ എളിഭ്യനായിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ നെറികെട്ട നിലയിൽ നിൽക്കുന്ന ഒരുവനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വ്യക്തി ആരാണെന്നറിയുമോ? ഭാര്യയും ഭർത്താവുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം അവരുടെ മണിയറ രഹസ്യങ്ങൾ, ആ മണിയറ രഹസ്യങ്ങൾ അങ്ങാടിയിൽ വന്നോ കൂട്ടുകാരോടോ പരസ്യപ്പെടുത്തി പറയുന്ന ഭർത്താവേ, പരസ്യപ്പെടുത്തി പറയുന്ന ഭാര്യമാരെ, നാളെ നാണം കെട്ട ശിക്ഷയായിരിക്കും, നെറികെട്ട നിലയിലായിരിക്കും. നാളെ ജനങ്ങളുടെ മുന്നിൽ നികൃഷ്ടന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ നികൃഷ്ടനായിരിക്കും നീ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതിയോ? ഇവിടെ വെച്ച് നിന്റെ രഹസ്യത്തെ നീ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കൊടുത്താൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന മഹ്ശറ വൻസഭയിൽ നിന്റെ രഹസ്യം അള്ളാഹു പരസ്യപ്പെടുത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ എങ്ങാണ് രഹസ്യം നാളെ പരസ്യപ്പെടുത്താ, മുസ്ലിയാരും പോയി, ഷാളിട്ട മുസ്ലിയാരും പോയി, ജുബയിട്ട മുസ്ലിയാരും പോയി, തലക്കെട്ട് കെട്ടിയ മുസ്ലിയാരും പോയി, എല്ലാം ഇടങ്ങാറായിപ്പോയി. നമ്മുടെയൊക്കെ സ്കാനിങ് അള്ളാഹു ഒന്ന് എടുത്തൊന്ന് പരസ്യപ്പെടുത്താൻ നിന്നാല് നമ്മളൊക്കെ തൗബ ചെയ്യുമ്പോ അള്ളാഹ് പുറത്തു തരും. പുറത്ത് തന്നിട്ട് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് അബൂബക്കർ ഇങ്ങോട്ട് വാ, അള്ളാഹ് വിളിക്കും. അപ്പൊ നമുക്ക് കുടുങ്ങി പോയാ പടച്ചവനെ, ഇനി പഴയ കാലത്തെ സംഭവമൊക്കെ എടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ആയിരിക്കും. ഇപ്പൊ അതൊക്കെ വിളിക്കും. അപ്പൊ അള്ളാഹുവിന് ഒരു റിദാവ് ഉണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ഒരു റിദാവ്, ഒരു തുണി ഇങ്ങോട്ട് വന്നാണ്. ആ തുണിക്ക് അകത്തോട്ട് ഇവനെ അങ്ങ് ചുരുക്കാൻ കേട്ടോ അബൂബക്കറിന്. എന്നിട്ട് ആ CD പ്ലെയർ ഒന്ന് ഓണാക്കി ഇട്ട് കൊടുക്കും. ഇശാ കഴിഞ്ഞിട്ട് മൂപ്പിൽ ആ തൊപ്പിയൊക്കെ മാറ്റി വെച്ച് സിനിമക്ക് പോയത്, നാടകത്തിന് പോയത്, ഉത്സവത്തിന് പോയത് എല്ലാം പെതുക്കെ ഇങ്ങനെ കാണാം. ആകെ നാണം കെട്ട് പോകും നമ്മളെ തന്നെ.
അള്ളാഹ് ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് നമ്മളെ മാത്രം കാണിക്കുക. നമ്മൾ ചെയ്ത ഓരോ തിന്മകള് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കലെ സാമീപ്യം സിദ്ധിച്ചവരായി മാറി. പിന്നീട് നമ്മുടെ ജഹാലത്തിൽ ചെയ്ത തെറ്റുകളാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കുമ്പോ സ്വർഗത്തിന്റെ പാസ് വാങ്ങി നമ്മൾ തന്നെ കുഴഞ്ഞു. ഓ പോയി ആകപ്പാട് എങ്ങനെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറാതെ നോക്കിയപ്പോ ദാ പഴയതും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് പോയി. ഇനി ആ ഒരു തൗഫീഖ് നമുക്കില്ല. ഇങ്ങനെ ആകെ നാണം കെട്ട് അള്ളാന്റെ മുന്നിൽ ആ സീഡിയുടെ മുന്നിൽ പാതച്ചിരിക്കുമ്പോ പോട്ടെ കേട്ടോ, ഇങ്ങനെയൊക്കെ നീ ചെയ്ത് നീ വലിയ ആളൊന്നും ഉണ്ടാ. നീ വിചാരിച്ച് ലൈറ്റൊക്കെ അണച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ കാണൂല എന്നല്ലേ? ഇതൊക്കെ ഞാൻ കണ്ടെന്നുള്ളത് നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെയ്താ. വിഷമിക്കണ്ട, ഉഷാറായിട്ട് നില്ല് പോ. എന്നിട്ട് ആ സീഡി അള്ളാഹ് ഓടിക്കാൻ കളയും. അള്ളാഹ് പരസ്യപ്പെടുത്താൻ നിൽക്കൂല. പക്ഷെ നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തും. പക്ഷെ ഇത് കൊണ്ടുവന്ന് LCD ഇട്ടിട്ട് എല്ലാരും ഇതാ കണ്ടോ, പോക്കർ ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചാലോ? അല്ലാഹ്, മതപ്രസംഗം പറഞ്ഞതും പോയി, പള്ളി ഇമാമത്ത് നിന്നതും പോയി, ഖുതുബ പ്രഭാഷണം നടത്തിയതും പോയി. ഇതേപോലെയായിരിക്കും. നഊദു ബില്ലാഹ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. പടച്ചവനെ, നമ്മുടെ ന്യൂനതകളെ ഒന്ന് നീ വെളിപ്പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളുടെ ആരുടെയും ന്യൂനതകളെ നീ വെളിപ്പെടുത്തല്ലേ അല്ലാഹ് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഓരോ സമയത്തും ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ന്യൂനതകളെ എല്ലാം വെളിപ്പെടുത്താതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതെങ്ങാനും വെളിപ്പെടുത്തി പോയാൽ തീർന്നു. അതുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കരുത്, പറയാനേ പാടില്ല. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഏറ്റവും നികൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാണ് ഈ രഹസ്യമായ ബന്ധം സ്ഥാപിച്ചിട്ട് സുമ്മ യൻഷുറു സിർറഹാ, പിന്നീട് പോയിട്ട് പറയുക എന്നുള്ളത് പാടില്ല. ബഹുമാനമുള്ള സഹോദരൻ, എന്താ തീർന്നു? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് സ്വാലിഹത്തായ പെണ്ണിന് നമ്മുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. ആരാണ് അവൾ? അതുകൂടെ പറയുന്നത് നിർത്തിയാക്കാം, സമയമായി, 11:15 പോയി. അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നിസുൽ മർഉ അൽ മർഅതു സ്വാലിഹാ. അറിഞ്ഞോ സഹാബത്തെ, നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതിൽ ഏറ്റവും നല്ല സമ്പത്ത്, അമൂല്യമായ സമ്പത്ത് ഏതെന്ന് പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും നബിയേ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഅതു സ്വാലിഹാ, അത് സ്വാലിഹത്തായ പെണ്ണാണത്. സാലിഹ എന്ന് പേരിട്ടിട്ടൊന്നും വലിയ കാര്യമില്ല. ചില പെണ്ണുങ്ങൾക്ക് വലിയ സാലിഹ എന്നുള്ള പേര് കാണും, പക്ഷെ ഫസാദിന്റെ അവലും കഞ്ഞിയായിരിക്കും അവള്. അപ്പൊ അവളുടെ ക്വാളിഫിക്കേഷൻ എന്താ? ഇദാ നളറ ഇലൈഹാ സർറതുഹു, അവളിലേക്ക് നീ അവളെ ഒന്ന് നോക്കിയാൽ അവളുടെ നോട്ടത്തിലൂടെ നിനക്ക് സന്തോഷം പകർന്നു തരുന്ന ഭാര്യയാണ് സാലിഹത്തായ ഭാര്യ. അതല്ലാത്തതൊക്കെ വെറുതെ ഒരു ഭാര്യ. ഓർമ്മയുണ്ടോ? വെറുതെ ഒരു ഭാര്യ. എല്ലാരും ചുണ്ടൊക്കെ അനങ്ങുന്നുണ്ട്. വെറുതെ ഒരു ഭാര്യ. സാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇദാ നളറ ഇലൈഹാ സർറതുഹു, അവളിലേക്ക് നോക്കിയാൽ അവളുടെ നോട്ടത്തിലൂടെ നിനക്ക് സന്തോഷം പകർന്നു തരാൻ പറ്റും. അപ്പോ കടക്കണ്ണ് കണ്ടിങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി നമ്മളെയൊക്കെ നമ്മുടെ മുന്നിൽ ഒരു കണ്ണൊക്കെ ഒന്ന് അടച്ച് കാണിച്ചാൽ ഒരു രസമുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ പോയി കണ്ണടച്ച് കാണിച്ചാലോ? അത് മോശമാണ്. കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്, താരാട്ടുവാൻ ചില തോഴികൾ അവിടുണ്ട്. കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്. സ്വർഗ ഹൂറലിങ്ങളെ കുറിച്ച് പറയുകയാണ്. ആ കണ്ണിന്റെ ഇമകൾ കൊണ്ടൊക്കെ നമ്മള് ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. അതൊക്കെ ദുനിയാവിൽ സന്തോഷിപ്പിച്ചാൽ ആഖിറത്തിൽ നിനക്ക് അങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയും. ഇത് ഭർത്താവിനെ ഒന്നും സന്തോഷിപ്പിക്കൂല, കാമുകനെ സന്തോഷിപ്പിക്കും. കാമുകൻ എങ്ങാനും ഒന്നൊരു വാക്ക് സംസാരിക്കാൻ പറ്റാതെ പോയി ബൈ ഫ്ലൈൻ കിസ് അങ്ങോട്ട് വിട്ടു കൊടുക്ക. അടുത്ത് കയറിയല്ല, വാപ്പ കാണും, ഉമ്മ കാണും. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ മോളിൽ നിന്ന് സ്റ്റെയർകാസിന്റെ മോളിൽ കയറി ടെറസിന്റെ മോളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കുക. ട്രെയിനിൽ കയറി ഇരുന്നോണ്ട് ബായ് കാണിച്ചിട്ട് ഒരെണ്ണം കയ്യിൽ കൊടുക്കുക. ഇതൊക്കെ ദുനിയാവിൽ വെച്ച് ഹറാമായ രീതിയിൽ. നീ ഭർത്താവിനോടൊന്ന് പറയാന്നാ, ഭർത്താവ് കാറ് എടുത്തോണ്ട് ഓടി വരുമ്പോൾ കാണിക്കാൻ പറ്റില്ലെങ്കിൽ ചുമ്മാ ഒന്ന് കാണിച്ചു. അത് സന്തോഷമല്ലേ? ഭർത്താവിനെ നേരെ കാണിക്കൂല ഇത്.
ഭർത്താവ് നിന്നെ കാണുമ്പോൾ നീ അവളെ സന്തോഷത്തോടെ കാണുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഭാര്യയാണ് സ്വാലിഹത്തായ ഭാര്യ. ഭർത്താക്കന്മാരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കണം. ചില പെണ്ണുങ്ങൾ ചുമ്മാ എപ്പോ വന്നാലും കിബില തെറ്റി കിടക്കുള്ളൂ. അപ്പൊ അത് ശരിയല്ല. ഭർത്താക്കന്മാരോടുള്ള അവർക്ക് ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട്. ഇവർക്ക് ചിലപ്പോൾ താല്പര്യം കുറവായിരിക്കും. പോരാ, ഭർത്താവിന്റെ ആഗ്രഹം നീ ഇഷ്ടപ്പെടുത്തി കൊടുക്കണം, പൂർത്തിയാക്കി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രസവ വേദനയെടുത്ത് വഹിയ അല ഖതബ്. ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്രത്തോളം ഉത്തരവാദിത്തമാണ് നിനക്ക് ഭർത്താവിനോട്, അല്ലെങ്കിൽ അവൻ വഴികെട്ടു പോകും. ചില ഭാര്യമാർക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ താല്പര്യം കാണുകയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ഭർത്താവെങ്ങാനും നിന്നെ വെറുതെ ഒരു ഭാര്യയാക്കി വെച്ചിട്ട് അവന്റെ ശാരീരിക ഇച്ഛ പൂർത്തിയാക്കാൻ അവനെങ്ങാനും പുറത്തുപോയി ഹറാമിന്റെ വഴികളിലേക്ക് പെട്ടുപോയാൽ നാളെ അതിന്റെ ശിക്ഷ നീയാണ് ഏറ്റുവാങ്ങേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക. ഭർത്താവ് വല്ലതും കൽപ്പിച്ചാൽ അത് ശിരസാ വഹിക്കുന്ന പെണ്ണ്, ഭർത്താവ് പറയുന്ന അങ്ങോട്ട് അനുസരിക്കുന്ന പെണ്ണ്. ഭർത്താവ് ഗൾഫിൽ പോയാൽ ഭർത്താവിന്റെ നമ്പര്, നിന്റെ നമ്പര് മറ്റാർക്കും കൊടുക്കാതെ, നിന്റെ വീട്ടിലേക്ക് അന്യപുരുഷനെ പ്രവേശിപ്പിക്കാതെ ഭർത്താവിന്റെ സ്വത്തുകളും മുതലുകളും സൂക്ഷിച്ചു കഴിയുന്ന പെണ്ണേ, നീയാണ് സ്വാലിഹത്തായ പെണ്ണ്. മാത്രമല്ല, നീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഏ സഹോദരിമാരെ, യാ മഅ്ശറൻ നിസാ, ഏ സ്ത്രീവർഗമേ, ലൗ തഅലമന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന ലജഅലത്തിൽ മർഅതു മിൻകുന്ന തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജ്ഹിഹാ. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപത്നി മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലോകത്തെ സ്ത്രീ രത്നങ്ങളെ നോക്കിക്കൊണ്ട് സ്ത്രീ സമൂഹമേ, ലൗ തഅലമന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന, നിങ്ങൾക്കെങ്ങാനും ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഏ സഹോദരിമാരെ, ലജഅലത്തിൽ മർഅതു മിൻകുന്ന, നിങ്ങളിൽപ്പെട്ട സ്ത്രീ വർഗമാകുമായിരുന്നു, തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജ്ഹിഹാ, നിങ്ങളുടെ കർണപുടം കൊണ്ട്, നിങ്ങളുടെ നെറ്റി കൊണ്ട്, നിങ്ങളുടെ നാവ് കൊണ്ട് ഭർത്താവിന്റെ കാലിന്റെ കീഴിലുള്ള പൊടിപടലങ്ങൾ നിങ്ങൾ നക്കിയെടുക്കുമായിരുന്നു, ഒപ്പിയെടുക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ചെയ്താൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാട് ഒരു ഭാര്യയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഹദീസിന്റെ സാരം. റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി, നബിയേ, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടപ്പാട് എന്താണ് യാ റസൂലല്ലാഹ്? അതൊന്ന് മനസ്സിലാക്കിയിട്ട് എഴുന്നേറ്റ് പോയിക്കോണം കേട്ടോ. എഴുന്നേറ്റ് പോകല്ലേ, ഇത്തിരി എന്തായാലും പുലൂസ് തന്നിട്ട് പോണേ പാവത്തുങ്ങള്. അതോടെ ഒന്ന് കേട്ടോളി. ഇല്ലെങ്കിൽ അവത്തുങ്ങൾ ആ മദ്രസയ്ക്കകത്തിരുന്ന് ഭ്രാവുമായിരിക്കും. ഉറക്കത്തിലാണോ ദിക്റിലാണോ ഫിക്റിലാണോ അല്ലാഹ്ക്കറിയാം. അങ്ങോട്ട് പോയി നോക്കിയാ അറിയാം. ഉണർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിമാരൊന്ന് തട്ടി കൊടുത്തേരെ, ഉണർത്തിയരേതാ, അവരെ കുറിച്ചൊന്ന് പറയാൻ പോവാണ്. നബിയെ, ഞങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തം എന്തൊക്കെയാ, ഭാര്യമാരോടുള്ള ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? ആലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കണം. ഭക്ഷിച്ചാല് മട്ടൻ ചാപ്സ് ഒക്കെ അടിക്കുമ്പോഴേ, ഒരു മട്ടൻ ബിരിയാണി ഒക്കെ അടിക്കുമ്പോൾ ഒന്ന് അവക്കൂടെ ഒന്ന് വാങ്ങിച്ചോണ്ട് കൊടുക്കണം. യാത്ര ചെയ്യുന്ന ഉടനീളം നീ അങ്ങോട്ട് നല്ല തിന്നും, മട്ടനും ചിക്കനും ചില്ലി ചിക്കനും. ഇവക്ക് ഒരുമാതിരി പോസ്റ്റ്മോർട്ടം ചെയ്ത ചാള തിന്ന് ഇവത്തിങ്ങളുടെ സ്വഭാവം, ചാളയുടെ ശരീര വേർപ്പിന് പോലും മീൻ്റെ ഈ ചാളയുടെ നെയ്യുടെ വാടയാണ്. അങ്ങനെ ഒരവസ്ഥ. അവത്തുങ്ങൾക്ക് ഇത്തിരി വല്ലപ്പോഴൊക്കെ മട്ടനൊക്കെ വാങ്ങിക്കൊടു. അവത്തുങ്ങൾ ഇച്ചിരി ഇറച്ചി ഉഷാറായിട്ട് തിന്നുന്നത് ഒലഹി ഇറക്കുന്ന ദിവസമാണ്. ഇവിടുന്ന് എല്ലാം കൊണ്ട് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇത്തിരി ഇറച്ചി വാങ്ങിക്കൊടുക്കുക. നീ നല്ലത് കഴിക്കുമ്പോൾ അവളെയും കഴിപ്പിക്കണേ. നീ വസ്ത്രം ധരിച്ചാൽ അവളെയും ധരിപ്പിക്കണമേ.
അതുകൊണ്ട് നീ ജീൻസ് ഇറിയ ജീൻസ് ഇട്ട് അരക്കുപ്പായ ഇട്ടാല് അവളെ അതേപോലെ ഇട്ട് കൊടുപ്പിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഇടങ്ങേറ്. ഉസ്താദ് അങ്ങനല്ലേ പറഞ്ഞേ. നീ ജീൻസ് ഇട്ട ജീൻസിനോട്ട് കയറൂല, ഗ്രീസ് വരണം മുട്ട് മുതൽ ഇടുപ്പ് വരെ, എന്നാലേ അതിങ്ങോട്ട് മുകളിലോട്ട് കയറുള്ളൂ. അപ്പൊ ഇത് നീ വാങ്ങി അവക്ക് കൊടുക്കണമെന്ന് അതിന്റെ അർത്ഥം. എന്നിട്ട് ഒരു ടീഷർട്ടും, ഇവക്ക് ഒരു ടീഷർട്ട്, 45 വയസ്സായ ഉമ്മാക്ക് ടീഷർട്ടും ഈ ജീൻസോട് ഇട്ട് കൊടുത്തോളം രംഗം എന്തായിരിക്കും? അല്ലാ, പുതിയ വീട് വെക്കുന്നിടത്ത് കൊണ്ട് കണ്ണുവിടാതിരിക്കാൻ നിർത്താൻ കൊള്ളാം, അതിനു വേണ്ടി കൊണ്ട് നിർത്താം. ഇതങ്ങോട്ട് മേടിച്ചു കൊടുക്കാം. നിനക്ക് വേണമെങ്കിൽ വന്നിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഇട്ട് കൊടുത്തിന്റെ വീട്ടിൽ നീ മാത്രം ഇട്ട് കണ്ടോ, അത് വെളിയിലോട്ട് പറഞ്ഞു വിടല്ലേ. പെണ്ണുങ്ങളുടെ കുറെ വസ്ത്രങ്ങള് താഴേന്ന് കീർക്കം തുടങ്ങി ഇടുപ്പ് വരെ കീറിയ സ്ലിറ്റ് എന്ന് പറയുന്ന ഒരുമാതിരി ചുരിദാറ്, അല്ലാഹു അക്ബർ, അടിവസ്ത്രം വരെ കാണാം. ബസ്സിൽ കയറിയാൽ പിന്നെ അങ്ങനെ പൂവാലന്മാര് പറയുന്നത് മാറുന്നത്. ബഹുമാനമുള്ള സഹോദരിമാരെ, നെറികെട്ട വൃത്തികെട്ട വസ്ത്രം, നാളെ അള്ളാന്റെ ശാപം നീ ഏറ്റുവാങ്ങണ്ട. ഇതൊക്കെ വെട്ടി 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 താഴെ 2000 ആണ്ട് മുതൽ വെട്ടാൻ തുടങ്ങിയത് ചുരിദാറിന്റെ സൈഡിൽ. ഇപ്പൊ 2009 ആയപ്പോ ഇവിടം വരെയായി. 2013 വഴി കശം വരെയാവും. കടമറ്റത്ത് കത്തനാരിടുന്ന കുപ്പായം പോലെ അവസാനം പെണ്ണുങ്ങള് ഒരു നല്ല കാറ്റങ്ങാണ് അടിച്ചു കഴിഞ്ഞാല് കാറിന്റെ ബോണറ്റ് പൊങ്ങുന്ന പോലെ ഫ്രണ്ട് ഭാഗം, ഡിക്കി പൊങ്ങുന്ന പോലെ ബാക്ക് ഭാഗം. പിന്നെ എന്തായിരിക്കും അവസ്ഥ? കണ്ണുവിടാതെ ഒരു ഭൂതത്തെ നിർത്തിയിരിക്കുന്നതാ. PT ഉഷയുടെ അതേ കോലമാവും പിന്നെ നമ്മുടെ പൊണ്ടാട്ടിമാരുടെ അവസ്ഥ അല്ലേ? ഉസ്താദിന്റെ പൊണ്ടാട്ടിയുടെ അവസ്ഥ ഇതായിരിക്കും. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. ആ ഒരു അവസ്ഥയൊക്കെ വരാതെ പടച്ചവനെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. നാണമില്ലേ പെണ്ണെ ഇങ്ങനെ നീ ഇത്രയും വെട്ടി മുറുക്കിക്കൊണ്ട് നടക്കാന്? ഇച്ചിരി തയ്ച്ച് താഴോട്ട് മുട്ടുവരെങ്കിലും തയ്ച്ചുകൊണ്ടിട്ട് നടാ. നാണമില്ലേ, വൃത്തികേട്. അതുകൊണ്ട് നല്ല വസ്ത്രമായി കൊടു. നീ ധരിച്ചാൽ നല്ലത് ധരിപ്പിക്ക്. നീ മുഖത്തടിക്കല്ലേ. ഇപ്പൊ വേറെ എവിടെയെങ്കിലും അടിക്കാവോ? പുറത്തിട്ട് കൊടുക്കാവോ ഉസ്താദെ? അടിക്കല്ലേന്ന് സാരം, അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആര് നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുത്. സംശയിച്ചുകൊണ്ട് ഭാര്യ മാത്രം താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് കതവിൽ മുട്ടല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒറ്റയ്ക്ക് വന്ന് കതവിൽ മുട്ടല്ലേ എന്ന് ഭാര്യ മാത്രം താമസിക്കുമ്പോൾ സംശയമായി പോകുന്നത്. സംശയിക്കരുത്. ഭാര്യമാരെ കുറിച്ച് നിനക്കൊരു വിശ്വാസം വേണം. അത് തെറ്റാണ്. സംശയിക്കുന്നവൻ മൂഢനാണ്, വിഡ്ഢിയാണ്. മുഖത്തടിക്കരുത്. വൈരൂപ്യം വരുത്തരുത്. മോശമായ വാക്കുകൾ പറഞ്ഞ് അവളെ നീ നിന്ദിച്ചു കളയരുത്. വീട്ടിൽ വെച്ചല്ലാതെ അവളോട് മിണ്ടാതെയും ഇരിക്കരുത്. ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം നിറവേറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ ഈ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റി രണ്ടുപേരും സന്തോഷത്തോടു കൂടി മരിച്ചുപോയാൽ ഈ കല്യാണം എവിടെ ചെന്നെത്തും? സ്വർഗം വരെ ചെന്നെത്തും. സൂറത്ത് യാസീൻ. ഇങ്ങനെ സന്തോഷകരമായ ജീവിതം നയിച്ച് ഭാര്യ ഭർത്താവിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി, ഭർത്താവ് ഭാര്യയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി, ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായാൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഹലാലായ നിലയിൽ, ഖൈറായ നിലയിൽ, നല്ല നിലയിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതം നയിച്ച് ലോകത്തോട് വിട പറഞ്ഞാൽ ദുനിയാവിൽ നിങ്ങൾക്ക് രസിക്കാൻ പറ്റാത്ത രസങ്ങളുമായി, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഭവനങ്ങളുമായി, ദുനിയാവിൽ നിങ്ങൾക്ക് ലഭിക്കാത്ത സമ്പത്തുകളുമായി അള്ളാഹു നിങ്ങൾക്കതാ സ്വർഗത്തിൽ ഒരു ഉന്നതമായ സ്ഥാനം വാഗ്ദാനം ചെയ്യുകയാണ്. അവർ അവരുടെ ഭാര്യമാരോടൊപ്പം സ്വർഗത്തിന്റെ ആട്ടുകട്ടിലിൽ ഊഞ്ഞാലിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കും അത്രേ. ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒരാഗ്രഹമാണ്, നമ്മുടെ മക്കളെ കൂടി കിട്ടിയാൽ, നമ്മുടെ വാപ്പയെ കൂടി കിട്ടിയാൽ, നമ്മുടെ ഉമ്മയെ കൂടി കിട്ടിയാൽ, നമ്മുടെ കുടുംബത്തിൽ കുറ്റിവട്ടത്ത് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിൽ എങ്ങനെ സന്തോഷത്തോടെ താമസിച്ചോ അതേപോലെ ഇവിടെയും താമസിക്കാൻ ഒരു സൗഭാഗ്യം അള്ളാഹു നൽകിയെങ്കിൽ എന്ന് ആശിക്കുന്ന ഭാര്യയും ഭർത്താവിന്റെയും അരികിലേക്ക് അതാ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ കിന്നാരം പറഞ്ഞത്?
അല്ല, ഞങ്ങള് നാട്ടില് നല്ല ഞങ്ങളുടെ വാപ്പ ഉമ്മ ഞങ്ങളുടെ മക്കള് കുഞ്ഞുമക്കള് കൊച്ചുമക്കളൊക്കെ ആയിട്ട് കളിച്ചിരുന്നു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ, അവരെയും കൂടെ കിട്ടിയാ കൊള്ളായിരുന്നു. ഓഹോ, അതാണോ നിങ്ങൾ കിന്നരിച്ചത്? ദാ പിടിച്ചോ. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലതി വഅദ്തഹും വമാ صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. മലക്കുകളെ ദുആ ചെയ്യുന്നു, പടച്ചവനെ ഇവരുടെ മാതാക്കളെ ഇങ്ങോട്ട് എത്തിച്ചുകൊട്, ഇവരുടെ പിതാക്കളെ എത്തിച്ചുകൊട്, ഇവരുടെ ഭർത്താക്കന്മാരെ, ഇവരുടെ ഭാര്യമാരെ, ഇവരിഷ്ടപ്പെട്ട സന്താനങ്ങളെ, ഇവരുടെ നേരത്തെ മരിച്ചുപോയ കുട്ടികളെ, ഒരുമിച്ച് മരിച്ചുപോയ കുട്ടികളെ, ആക്സിഡന്റിൽ മാതാപിതാക്കളോടൊപ്പം മരണപ്പെട്ടു പോയവരെ, മാതാപിതാക്കൾ ആദ്യം മരിച്ചു വന്നു, പിന്നീട് മക്കൾ മരിച്ചല്ലോ. അല്ലാഹുവേ, ഇവരുടെ മക്കളെ എല്ലാം നീ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കു തമ്പുരാനെ. ഈ മലക്കുകൾ ദുആ ചെയ്യേണ്ട താമസം അതാ ഊഞ്ഞാലിന്റെ സമീപത്തേക്ക്, സ്വർഗത്തിന്റെ ആരാമത്തിലേക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിച്ച, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇമാമീങ്ങൾ പറഞ്ഞ പ്രകാരം ജീവിച്ച, മുത്തഖീങ്ങളായി ജീവിച്ച, മുഅ്മിനീങ്ങളായി ജീവിച്ച, സാലിഹീങ്ങളുടെ വഴികളെ പിൻപറ്റി ജീവിച്ച ഈ കുടുംബക്കാരും മക്കളും എല്ലാം ഓടിയെടുക്കുമ്പോ മലക്കുകൾ പറയും സലാമുൻ അലൈക്കും. എല്ലാരും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലേ, വന്നില്ലേ, അള്ളാന്റെ വാഗ്ദാനം പൂർത്തിയായില്ലേ, നിങ്ങൾ ക്ഷമിച്ചിരുന്നതിന്റെ ഫലം ഇപ്പോൾ ആസ്വദിച്ചില്ലേ, ഇനി ഞങ്ങൾ പോകട്ടെ. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി സമാധാനം, നിങ്ങൾ ക്ഷമിച്ച് ദുനിയാവിൽ ജീവിച്ചതിന്റെ പേരിൽ ഫനിഅമ ഉഖ്ബദ്ദാർ, ഈ വീട് എത്രയോ നല്ല ഭവനമായി നിങ്ങൾക്ക് മാറിയില്ലേ, അല്ലാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കി തന്നില്ലേ, നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ മലക്കുകൾ എന്ന പേരിൽ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഞങ്ങളിപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പൂർത്തീകരിച്ചു തന്നില്ലേ, ഞങ്ങൾ ഇനി പോകട്ടെ, ഇനി നിങ്ങൾക്ക് മരണമില്ല, സന്തോഷകരമായ ജീവിതം നയിച്ചോ. സലാമുൻ അലൈക്. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.